ഇതും പ്രണയമാണ്. രചന ഫാത്തിമ എസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി. മാളിയേക്കൽ തറവാട് പണത്തിനും പ്രതാപത്തിനും മുന്നിൽ നിൽക്കുന്ന തറവാട്. അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മായാവതി എന്ന സ്ത്രീയാണ്. മായാവതി തീരുമാനിക്കും. മായാവതിയുടെ മക്കളിലെ ഏറ്റവും മൂത്തവനായ ഭൈരവൻ എന്ന കാലഭൈരവൻ അത് നടത്തും. അതാണ് പതിവ്. മായാവതിയുടെ ബദ്ധശത്രുക്കളാണ് തമ്പുരാൻ കുടുംബം. അവരെങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താനാണ് മായാവതിയുടെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും. സമ്പന്നതയിലും മായാവതിയാണ് മുന്നിലെങ്കിലും പ്രതാപത്തിന്റെ കാര്യത്തിലും കുടുംബ മഹിമയിലും മുന്നിൽ നിന്ന് വരുന്നത് തമ്പുരാൻ കുടുംബമായിരുന്നു. മായാവതിയുടെ ശത്രുത കാരണം തന്റെ ഭർത്താവായ ഗുപ്തന്റെ മരണത്തിന് കാരണമായവരാണ് ഈ തമ്പുരാൻ കുടുംബം. തുടക്കത്തിൽ വളരെ സ്നേഹത്തിലായിരുന്നു ഇരു കൂട്ടരും കഴിഞ്ഞിരുന്നത്. എങ്കിലും ഗുപ്തന്റെ ചില തിരിമറികൾ തമ്പുരാൻ കുടുംബത്തിലെ കാരണവരായ ഗജേന്ദ്രൻ കണ്ടെത്തുകയും അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ അപമാനിതനായ അയാൾ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കാണ് ഉണ്ടായത്. അന്നേറെ തന്റെ ഭർത്താവിനെ സഹായിക്കാൻ മായാവതി കരഞ്ഞു പറഞ്ഞിട്ടും ഗജേന്ദ്രൻ കേട്ടതേയില്ല. തന്റെ ഭർത്താവിന്റെ മരണത്തിൽ കോപിതയായ മായാവതി പിന്നീട് അങ്ങോട്ട് എങ്ങനെയും തമ്പുരാൻ കുടുംബത്തെ തകർക്കണമെന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മായാവതിയുടെ മൂത്ത മകനായ ഭൈരവനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്ന പ്രകൃതമാണ്. അവന്റെ ദേഷ്യത്തിന് അതിരില്ല. തന്റെ സഹോദരന്മാരിൽ ഒരാൾ വിവാഹശേഷം മരണപ്പെടുകയും ഒരു സഹോദരൻ വിവാഹശേഷം മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്കായി പോവുകയും ചെയ്തു. ഇളയവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞെങ്കിലും ഭൈരവൻ ഇപ്പോഴും ഒറ്റക്കാണ്. അതിനൊരു കാരണമുണ്ട്. തമ്പുരാൻ കുടുംബവുമായി സ്നേഹത്തിലായിരുന്ന സമയം അവർ പരസ്പരം ഒരു വാക്ക് നൽകിയിരുന്നു. ഭൈരവനെ കൊണ്ട് തമ്പുരാൻ കുടുംബത്തിൽ പിറക്കാൻ പോകുന്ന പെൺകുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കാമെന്ന്. എന്നാൽ നീണ്ട 15 വർഷം കഴിഞ്ഞാണ് അവിടെ ഒരു പെൺകുഞ്ഞ് പിറന്നു. ദേവി, അതായിരുന്നു അവളുടെ പേര്. ഈ ദേവിക്ക് വേണ്ടിയാണ് ഭൈരവൻ കാത്തിരിക്കുന്നത്. എന്നാൽ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം വന്നപ്പോൾ ദേവി അവർ മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. പകയുടെ നീണ്ട 20 വർഷങ്ങൾ. ദേവി ഇന്നൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഭൈരവനാകട്ടെ മീറ്റ് എക്സ്പോർട്ടിംഗ് ആണ് ജോലി. അവനും കൂട്ടരും മേട്ടുപാളത്തിൽ കന്നുകാലികൾ വാങ്ങാൻ പോയിരുന്നു. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവളും ഫ്രണ്ട്സ് ഒരു ഓപ്പൺ സ്റ്റേജിൽ പെർഫോം ചെയ്യുകയായിരുന്നു. ഭൈരവനും സംഘവും തിരികെ വരും വഴി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയതായിരുന്നു. അപ്പോഴാണ് അവിടെ നടക്കുന്ന പരിപാടിയിൽ അവന്റെ ശ്രദ്ധ പോയത്. ശശികല ചാർത്തിയ ദീപാവലയം. ഉച്ചഭാഷയിൽ നിന്ന് മലയാള പാട്ട് കേട്ടാണ് ജീപ്പിൽ മയങ്ങിക്കിടന്നിരുന്ന ഭൈരവൻ ഉണർന്ന്. അവൻ കൂടിയിന്ന് പരിപാടി കണ്ടവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു. ദേവിയുടെയും കൂട്ടരുടെയും ഡാൻസ് കണ്ടുകൊണ്ട് നിന്നു. ഭൈരവൻ അവിടുത്തെ സ്ഥിരമാളായതുകൊണ്ട് തന്നെ അവൻ അന്നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. അയാളെ കണ്ട വളരെ ഒരാൾ ഓടി ഒരു കസേര കൊണ്ടുവന്ന് തന്റെ തോർത്തിട്ട് തട്ടിക്കുടഞ്ഞുകൊണ്ട് ഇട്ടുകൊടുത്തു. ഉക്കാറും കയ്യ, അയാൾ പറഞ്ഞു. ഭൈരവൻ കസേരയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അവനവരുടെ ഭാവങ്ങളെല്ലാം നന്നേ ഇഷ്ടപ്പെട്ടു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവന്റെ മുഖത്ത് സ്ഥിരമായിരുന്ന ഗൗരവഭാവത്തെ പോലെ മാറ്റാൻ കഴിഞ്ഞു. ഡാൻസ് കഴിഞ്ഞ് പോവാൻ ഒരുങ്ങിയവൾക്ക് മുമ്പാകെ അവൻ കൈയടിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറി ഒരു ഉപഹാരം എന്നോണം തന്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം ഊരി നൽകി. ദേവി എന്ത് പറയണമെന്നറിയാൻ നിന്നു. അവൻ കാണികളോട് പറഞ്ഞു, ഈ പെണ്ണിന്റെ ഡാൻസ് കൊള്ളാം. ഈ ഭൈരവന് ഇഷ്ടപ്പെട്ടാ അങ്ങനെയാ, എന്തും കൊടുക്കും. ശേഷം അവളോട് പറഞ്ഞു, നീ ഒച്ചേ, നീ പോരുന്നോ? എനിക്ക് ബോറടിക്കുമ്പോ ഇങ്ങനെ ഡാൻസ് ചെയ്ത് എന്നെ നോക്കിയാക്കാം, അല്ലാതെ ഇവിടെയൊക്കെ കളിച്ച എന്ത് കിട്ടാനാ? അതും പറഞ്ഞ അവന്റെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് വെച്ചു കൊടുത്തുകൊണ്ട് തിരിഞ്ഞടക്കവേ മുതുകിലൊരടി വീണാണ് ഭൈരവൻ തിരിഞ്ഞു നോക്കിയത്. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുമന്നു. അവൻ തിരിഞ്ഞു നോക്കി. ദേവി അവൻ നൽകിയ മോതിരം എടുത്ത് അവന് പുറത്തെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു പെണ്ണിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് കൂടി തന്റെ അമ്മ തന്നെ പഠിപ്പിച്ചിട്ടില്ല. തന്റെ ബോറടി മാറ്റാനുള്ള വസ്തുവല്ല ഞാൻ. എനിക്ക് മാന്യമായിട്ടുള്ളൊരു ജോലിയുണ്ട്. പിന്നെ താനാരാ ഇങ്ങനെ ഉപഹാരങ്ങൾ നൽകാൻ? കൊച്ചി രാജാവാണോ? ഒന്ന് പോ മനുഷ്യ. അതും പറഞ്ഞ് അവൾ പടവുളിറങ്ങിപ്പോയി. അങ്ങനെ ഒരു അനുഭവം ഭൈരവൻ ആദ്യമായിട്ടായിരുന്നു. അവൻ അന്നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായി നിന്നു. എന്നിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവൻ അവളോടൊരു മതിപ്പ് തോന്നി. അവന്റെ മനസ്സ് പറഞ്ഞു ഉശിരത്തി. അവൾ തിരിച്ചു കൊടുത്ത മോതിരം അവൻ കയ്യിൽ കയറ്റിക്കൊണ്ട് പറഞ്ഞു, നീ എന്റെ കയ്യിൽ തന്നെ വന്ന് പെടും, നോയിക്കോ. ദേവി തന്റെ കൂട്ടുകാരുമൊത്ത് കരിമ്പനക്കാട് താണ്ടി നടക്കവേ അതാ മുന്നിലൊരു ബ്ലാക്ക് SUV കാർ നിൽക്കുന്നു. അതിന്റെ ബോണ്ടിൽ മറന്നിടക്കുകയാണ് ഒരാൾ. ഭൈരവനായിരുന്നു അത്, കാലഭൈരവൻ. അവളൊന്ന് ഭയന്നെങ്കിലും മുന്നോട്ട് പോകാൻ തുനിഞ്ഞു. ഒന്ന് നിന്നേ, ഭൈരവൻ വിളിച്ചു. ദേവിയും കൂട്ടുകാരികളും നിന്നു. ഭൈരവൻ അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, നീ നേരത്തെ ചോദിച്ചില്ലേ ഉപഹാരങ്ങൾ നൽകാൻ ഞാൻ കൊച്ചി രാജാവാണെന്ന്? എന്നാ കേട്ടോ, ഞാൻ ഭൈരവനാ, കാലഭൈരവൻ. അവന്റെ അട്ടഹാസം കരിമ്പനക്കാടുകളിൽ തട്ടി നിന്നു. ഈ കാലഭൈരവന് മരണത്തെ പോലെ ചെറുക്കാൻ കഴിയും, അറിയോ നിനക്ക്? അങ്ങനെയുള്ള എന്നെയാ ഒരൽപ്പം മുമ്പ് നീ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച് വീടില്ല തന്നെയാ. നിനക്ക് ഇതിനുള്ള ശിക്ഷ ഞാൻ നൽകിയിരിക്കും, അവൻ പറഞ്ഞു നിർത്തി. ദേവി ഞെട്ടിത്തരിച്ചു നിന്നു. കാരണം നാട്ടിൽ നിന്ന് വരുന്ന ഫോൺ കോളുകളിൽ നിന്നും അവൾ മനസ്സിലാക്കിയിരുന്നു ഈ ഭൈരവൻ എന്ന കാലഭൈരവനെ കുറിച്ചും അവന്റെ അതിക്രമങ്ങളെക്കുറിച്ചും. ദേവി ഒന്നും മിണ്ടാതെ പോവാൻ തുടങ്ങി. അവളുടെ കാലുകൾ യാന്ത്രികമായി, അവളുടെ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അവന്റെ ക്രൂരതയെക്കുറിച്ച്, തന്റെ കുടുംബത്തിന് മേൽ അവൻ വെച്ച് പുലർത്തുന്ന പകയെക്കുറിച്ചും. താൻ ആരാണെന്നുള്ള വസ്തുത പോലും അവൻ അറിഞ്ഞാൽ തന്റെ ജീവന് തന്നെ അത് ഭീഷണിയാവുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അമ്മയുടെ ഹിതത്തിനു വേണ്ടി ഭൈരവൻ മുന്നും ചിന്തിക്കാറില്ല.
എങ്കിലും അവൻ ആർക്കും കാട്ടാതെ തന്റെ ഹൃദയത്തെ ചങ്ങലകളാൽ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോഴും അമ്മ അറിയാതെ അവൻ അതിനുള്ള പ്രതിവിധി ചെയ്തിരുന്നു, അവന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം. ദേവിക്ക് ഇപ്പോൾ ആകെയുള്ളത് മുത്തശ്ശിയും ചെറിയമ്മാവനും അമ്മായിയും അവരുടെ മകളായ സുകന്യമോളുമായിരുന്നു. ഭൈരവൻ തന്നെ മീറ്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ അടുത്ത് നിന്ന് കോള് വന്ന്. എന്താ അമ്മ? അവൻ പറഞ്ഞു. മോനെ, അവള് വരിക. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അവളെ നിന്റെ ഭാര്യയാക്കി ഇവിടെ ഇട്ട് നരകിപ്പിക്കണം. നീ അവളെ നിന്റെ അടിമയാക്കി കൊണ്ടുവരില്ലേ? എനിക്ക് തമ്പുരാൻ കുടുംബത്തിന്മേൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരമായിരിക്കും അത്. ഞാൻ അവളുടെ ഫോട്ടോ നിന്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. നീ അവളെ ഇങ്ങനെ കൊണ്ടുവരണം. എനിക്ക് അവളെ കാണണം. ഈ അമ്മയ്ക്ക് വേണ്ടി നീ ഇത് ചെയ്യില്ലേ? അവർ പ്രതീക്ഷയോടെ തിരക്കി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് വരെ യുദ്ധം ചെയ്യും ഞാൻ. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ചിത്രം ചെറിയൊരു പകപ്പോടെ അവൻ നോക്കി നിന്നു. കാരണം കുട്ടിക്കാലത്ത് ഏറെ മോഹിച്ചതാണ്. ഫോണിൽ കണ്ട രൂപത്തെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. പനങ്കുല പോലത്തെ മുടി പിന്നി മുന്നിലിട്ട് നിൽക്കുന്ന സ്വർണ്ണമണിയുടെ നിറമുള്ള ഒരു ഉണ്ടക്കണ്ണി. അതെ, അവൾ തന്നെ, ആ ഉശിരത്തി. വണ്ടി എടുക്ക! അവന്റെ ഒരു അലർച്ചയാണ് പിന്നീട് കേട്ടത്. അമ്മ അവിടെ കറണ്ട് ലൊക്കേഷൻ കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഭൈരവൻ ദേവിയെ തിരക്കി വരുന്ന വിവരം ദേവിയുടെ ചെറിയച്ഛന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഉടനെ ദേവി അവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ കാന്തപുരത്തേക്ക് വന്നിറങ്ങി. അവിടെ തന്നെ കാത്തുകൊണ്ടൊരു ബ്ലാക്ക് SUV കാർ നിൽപ്പുണ്ടായിരുന്നു. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നവൾക്ക് മുമ്പിലായി നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ പോവല്ലേ, വണ്ടി കയറ്. അമ്മയ്ക്ക് നിന്നൊന്ന് കാണണമെന്ന്, അത് കഴിഞ്ഞ് കൊണ്ടുവിടാം. അവൻ അവളുടെ മുഖത്ത് നോക്കി യാതൊരു ഭാവവ്യത്യാസമല്ല പറഞ്ഞു. എങ്ങോട്ട്? അവൾ വിക്കി വിക്കി ചോദിച്ചു. ആചാനബഹുവായ അവന്റെ മുമ്പിൽ ഒരു പുഴുവിനെ പോലെ അവൾ നിന്ന് പിടഞ്ഞു. അതൊക്കെ പറയാം, നീ വാ, വണ്ടി കയറ്. അവനോടെ കൈ കടന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കിതാ ഭ്രാന്തുണ്ടോ? ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? തന്റെ അമ്മ എന്തിനാ എന്നെ കാണുന്നത്? അവൾ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പൊന്നു, നിന്നെ ഞാനൊന്ന് ശരിക്കും കണ്ടോട്ടെ. 20 വർഷമായില്ലൊന്ന് കണ്ടിട്ട്. അവനവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്ക് ഇതൊക്കെ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നല്ല. ഇവിടെ എന്റെ കയ്യിൽ നിന്ന് വിടാൻ അവൾ കുതിരിക്കൊണ്ട് പറഞ്ഞു. നിന്നെ കൊണ്ടുപോകാനാണ് വന്നതെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. നീ കൂടുതൽ ഒച്ച വെച്ചാ നിന്റെ കുടുംബത്തിലുള്ള ഒരെണ്ണത്തിന് പോലും വെറുതെ വെച്ചേക്കില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൾ എന്റെ കൂടെ വരുന്ന നല്ലത്. അവൻ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. ഡേയ് സുഖു, ചേർത്തി നമ്മളെ ബാഗൊക്കെ എടുത്ത് ഡിക്കിൽ വെക്ക്. അവൻ വിളിച്ചു പറഞ്ഞു. ഒരു പയ്യൻ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കൊണ്ടുപോയി വണ്ടിയിൽ വെച്ചു. ദേവിയുമായി വാഹനം ചെന്ന് നിന്ന് മാളിയേക്കൽ തറവാട്ടിലായിരുന്നു. ദേവിയെ പിടിച്ചുകൊണ്ട് ഭൈരവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇതാമേ അമ്മയുടെ മരുമകള്, ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അവൻ ഗാംഭീര്യത്തോടെ പറഞ്ഞു. മായാവതി മകനെ അനുഗ്രഹിച്ചു. ദേവി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നിന്നു. മായാവതി പറഞ്ഞു. നീ കൊച്ചേ, എന്റെ മകൻ ഭൈരവൻ ജനിച്ചപ്പോ തമ്പുരാൻ കുടുംബം എനിക്ക് എന്ന വാക്കാ. അവിടെ ജനിക്കുന്ന പെൺകുഞ്ഞിനെ കൊണ്ട് എന്റെ മകൻ ഭൈരവനെ വിവാഹം കഴിപ്പിക്കാന്ന്. പക്ഷേ നിങ്ങൾ തമ്പുരാൻ കുടുംബക്കാര് എന്റെ ഭർത്താവിനെയും കൊന്നു. എന്റെ മകന് നിന്നെ നൽകാമെന്ന വാക്കും തെറ്റിച്ചു. ഇനി എന്റെ മകനെ ഞാൻ കാത്തിരിക്കില്ല. നിങ്ങളുടെ വിവാഹം ഉടനെ ഞാൻ നടത്തിപ്പിക്കും. അവർ വാശിയോടെ പറഞ്ഞു നിർത്തി. ദേവി പറഞ്ഞു. നിങ്ങൾ കാരണന്മാര് പണ്ടെങ്കിൽ വാക്ക് നൽകിയെന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? എന്റെ ഇഷ്ടത്തിനൂടെ പ്രാധാന്യമൊന്നുമില്ലേ? നിങ്ങളുടെ മകനെ ഭർത്താവ് എനിക്ക് സമ്മതമല്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുകൂടിയില്ല. അവളും വാശിയോടെ പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ തർക്കുത്തരം പറയുന്നോ? ഭൈരവൻ അവൾ അടിക്കാനോയിക്കൊണ്ട് പറഞ്ഞു. മായാവതി കൈ കാണിച്ചുകൊണ്ട് മനെ തടഞ്ഞു. നീ കൊച്ചേ, തമ്പുരാൻ കുടുംബത്തിലായതുകൊണ്ടാ നിന്റെ ചോരകിടന്ന് തിളക്കുന്നത്. നീ ഇനി എന്ത് തന്നെ പറഞ്ഞാലും നിന്റെ കഴുത്തിൽ താലിയൊന്നൊന്ന് കയറുന്നുണ്ടെങ്കിൽ അത് എന്റെ മകൻ ഭൈരവൻ ചാർത്ത് തന്നെയായിരിക്കും. അവർ തന്റെ ഉണ്ടക്കണ്ണുകൾ തള്ളിക്കൊണ്ട് പറഞ്ഞു. നീ എന്റെ മകനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കും. കാരണം നിന്റെ കുടുംബത്തിൽ ഓരോ ജീവനും നിനക്ക് വിലപ്പെട്ടതല്ലേ. അതോർത്ത് എന്റെ ഡോക്ടർ മരുമകൾ നല്ലപോലെ ഒന്ന് ആലോചിക്കുക. അടുത്ത ആഴ്ച ഞങ്ങളങ്ങ് വരും നിന്നെ നിശ്ചയം ചെയ്യാൻ. നീ തയ്യാറായിരിക്കണം, മായാവതി പറഞ്ഞു. ദേവിയുടെ നെറ്റിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. അവളുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. കേട്ട കാര്യങ്ങളെല്ലാം തന്നെ അവളുടെ തലയിൽ കിടന്ന് മൂളിക്കൊണ്ടിരുന്നു. അവൾക്ക് ബോധം മറയുന്ന പോലെ തോന്നി. അവൾ വീഴാനൊരുങ്ങിയപ്പോൾ ഭൈരവൻ അവളെ താങ്ങിയെടുത്തു. പൊടുന്നനെ അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മാറി നിന്നു. ഈ പ്രവൃത്തിയിൽ ഭൈരവന് അവളോട് കൂടുതൽ ദേഷ്യം തോന്നി. മോനെ, അവളെ കൊണ്ടുവിട്ടിട്ട് വാ, മായാവതി പറഞ്ഞു. അമ്മ പറഞ്ഞതിന് തലയാട്ടി അനുസരിച്ചുകൊണ്ട് അവൻ അവളുമായി അവൾ വന്നിറങ്ങിയ സ്ഥലത്തേക്ക് പോയി. ദേവി വണ്ടിയിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങി. ഒന്നിന്നേ, ഞാനൊന്ന് തൊട്ടപ്പോ നീ ചീറ്റപ്പുലെ പോലെ ചാടിണീറ്റല്ലോ. എന്നാൽ ഒന്ന് നീ മനസ്സിൽ വെച്ചോ, ഇനി നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവെക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭൈരവം മാത്രമായിരിക്കും. അവൻ അതും പറഞ്ഞ് സ്പീഡിൽ ഓടിച്ചു പോയി. മോളെ ദേവി, ചെറിയച്ഛനായിരുന്നു അത്. അയാൾ പകപ്പോടോടി അവളുടെ അടുത്തേക്ക് വന്നു. മോൾ എന്തിനാ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ ഈ കാന്തപുരത്തേക്ക് വന്ന്? അയാൾ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. ഞാൻ നിങ്ങളെ കണ്ടിട്ട് കുറെ ആയില്ലേ ചെറിയച്ഛ? ഞാൻ എല്ലാരെയും കാണാൻ കുറിച്ച് വന്ന. എന്തിനാ ചെറിയച്ഛനോട് ദേഷ്യപ്പെടുന്നത്? അവൾ ചെറിയ നീരസത്തോടെ ചോദിച്ചു. മോള് ചെറിയച്ഛനോട് ക്ഷമിക്കണം. മോൾക്ക് അറിയാനായിട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ.
അയാൾ ചെറിയ ഭയത്തോടെ പറഞ്ഞു. എന്തു പ്രശ്നം ചെറിയച്ച? അവൾ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം, ഇപ്പം എൻ്റെ കുട്ടി വരും. അതും പറഞ്ഞ് അയാൾ അവിടെ ബാഗ് എടുത്ത് നടന്നു. വീട്ടിലെത്തി മുത്തശ്ശിയും ചെറിയമ്മയും സുകന്യമോളെയും കണ്ടു. എല്ലാവർക്കും സന്തോഷമുണ്ട്. എങ്കിലും വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് അവരുടെ മനസ്സ് കലുഷിതമായിരുന്നു. ദേവി അവിടെ വെച്ച് തന്റെ ഇഷ്ടമായ പ്രേമിനെ കുറിച്ച് വീട്ടിൽ അവതരിപ്പിച്ചു. അവൾ അതിനുവേണ്ടി കൂടിയാണ് കാന്തപുരത്തേക്ക് വന്നത്. പ്രേം അവളുടെ കൂടെ തന്നെ പഠിക്കുന്ന മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ദേവിയുടെ വീട്ടുകാർക്ക് അവളുടെ ഇഷ്ടത്തിൽ എതിരഭിപ്രായം ഇല്ലായിരുന്നു. ദേവി കാന്തപുരത്തേക്ക് വന്നപ്പോഴുണ്ടായ സംഭവങ്ങളൊന്നും തന്നെ വീട്ടുകാരെ അറിയിച്ചില്ല. കാരണം അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തേണ്ടെന്ന് അവൾ കരുതി. പ്രേമും ദേവിയുമായിട്ടുള്ള നിശ്ചയ ദിവസം വന്നെത്തി. ദേവിയുടെ വീട്ടുകാർക്ക് നല്ല ഭയമുണ്ടായിരുന്നു. കാരണം ഭൈരവൻ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ട് ചാരന്മാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൈരവൻ തറവാട്ടുകുളത്തിൽ മുങ്ങിക്കുളിക്കായിരുന്നു. ഭൈരവ! അമ്മയാണ് വിളിച്ച്. അവൻ ആ വിളിയിൽ പൊങ്ങി വന്നു. നേരെ പോയത് ദേവിയുടെ വീട്ടിലേക്കാണ്. ദേവിയുടെ കൈ പിടിച്ച് പ്രേം മോതിരിടാൻ ഒരുങ്ങിയായിരുന്നു. ശരവേഗത്തിൽ ഒരു കത്തി വന്ന് പ്രേമിന്റെ കയ്യിൽ തറച്ചു. പ്രേം വേദന കൊണ്ട് അലറി വിളിച്ചു. ഒരാൾ സ്ലോ മോഷനിൽ അകത്തേക്ക് നടന്നു വന്നു. അത് ഭൈരവനായിരുന്നു. ഞാനൊന്ന് പറഞ്ഞില്ലേ ദേവി, നിന്റെ ശരീരത്തിൽ ആരെങ്കിലും ഇനി തൊടുന്നുണ്ടെങ്കിൽ അത് ഈ ഭൈരവൻ മാത്രമായിരിക്കുന്നു. എന്റെ മോള് മറന്നുപോയോ? അവൻ അല്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ അവളോട് ചോദിച്ചു. ദേവി ശില പോലെ നിന്നു. പ്രേമിന്റെ വീട്ടുകാർ ദേവിയുടെ വീട്ടുകാരോട് ചോദിച്ചു, ഇവൻ ആരാണ്? ഇവനും ദേവിയായിട്ട് എന്താ ബന്ധം? ചെറിയച്ഛനും മുത്തശ്ശിയും എന്ത് പറയണമെന്നറിയാൻ നിന്നു. ഞാൻ പറയാം, ഭൈരവൻ പറഞ്ഞു. ഞാൻ ഭൈരവൻ. ഇന്നാട്ടുകാർ എന്നെ കാലഭൈരവൻ എന്ന് വിളിക്കും. ഞാൻ ജനിച്ചപ്പോ ഇരു വീട്ടുകാരും നൽകിയൊരു വാക്കുണ്ട്. ഇവളെ, ഈ നിൽക്കുന്ന ദേവി എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന്. പക്ഷേ ഇവര് വാക്ക് പാലിച്ചില്ല. വാക്ക് പാലിക്കാത്തവരെ ഈ ഭൈരവന് പണ്ടേ ഇഷ്ടമല്ല. ആ വാക്ക് പാലിക്കാനായ വന്നത്. ഈ നിൽക്കുന്ന ദേവി കാലഭൈരവനായി എനിക്ക് വന്ന് ചേരേണ്ടവളാ. ഞാൻ ഇവളെയും കൊണ്ടേ പോവുള്ളൂ. അവന്റെ ശബ്ദം അത്രയും ഉറച്ചതായിരുന്നു. അവിടെ കൂടിയവരുടെ കാതിലത് മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രേമിന്റെ കയ്യിൽ തറച്ച കത്തി ഊരിയെടുത്തുകൊണ്ട് അവനോടും വീട്ടുകാരോടും ഭൈരവൻ പറഞ്ഞു, എന്തിനാ മോനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചുമരി കയറുന്നത്? എന്റെ മോന് വേറെ പെണ്ണ് കിട്ടും. ഇത് 20 കൊല്ലം മുന്നേ തന്നെ ബുക്കിംഗ് ആയ കാര്യമാണ്. അതുകൊണ്ട് എന്റെ മോൻ എത്രയും വേഗം ഇവിടുന്ന് പോകുന്നോ അത്രയും നിനക്ക് ആയുസ് കൂടി കിട്ടും. അവൻ പുച്ഛഭാവത്തിൽ പറഞ്ഞു. പ്രേമിന്റെ വീട്ടുകാർ അവനെ വിളിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. പ്രേം നിസ്സഹായനായിക്കൊണ്ട് കാറിൽ കയറിപ്പോയി. ദേവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഉരുണ്ടു വന്നു. അവൾ നിശബ്ദം കരഞ്ഞു. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിന്റെ കയ്യിൽ ഞാൻ പറഞ്ഞ ദിവസം തന്നെ മോതിരണിയും. അതുപോലെ അതും പറഞ്ഞ് അവൻ കൊണ്ടുവന്ന നിശ്ചയത്തിന് വേണ്ടുന്ന സാധനങ്ങൾ നൽകി. ഭൈരവ! ചെറിയച്ഛൻ വിളിച്ചു. ഭൈരവൻ തിരിഞ്ഞു. നിനക്കും നിന്റെ അമ്മക്കും വാശിയും ദേഷ്യവും ഞങ്ങളുടെ അടുത്ത് പോരെ? എന്തിനാ എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത്? അവൾ ഇതിൽ പങ്കാളിയല്ല. അവളെ വെറുതെ വിട്ടുകൂടെ? അയാൾ ക്ഷമാപണം പോലെ പറഞ്ഞു. ഭൈരവൻ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു, എന്റെ അമ്മ ഇതുപോലല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും അടുത്ത് വന്ന് യാചിച്ച്? എന്നിട്ട് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കണ്ടോ എന്റെ അമ്മയുടെ കണ്ണുനീര്? അവൻ പറഞ്ഞു. അയാൾ ഒന്നും മിണ്ടാതെ നിന്നേയുള്ളൂ. നിങ്ങളെല്ലാവരും എതിർത്താലും ഇല്ലെങ്കിലും ഞാൻ ഇവളെ ഉടനെ തന്നെ എന്റെ ഭാര്യയാക്കുന്നതാണ്. അത് ഇവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എന്റെ അമ്മയുടെ പക വീട്ടുന്നതിന് വേണ്ടി മാത്രമാ. അതും പറഞ്ഞ് അവനവിടെ നിന്നും പോയി. ദേവി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോയി. അന്ന് രാത്രി ഭൈരവനിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ അവളെ കണ്ട മുതലുള്ള കാര്യങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു. അവളുടെ ദേഷ്യം, അവളുടെ നിസ്സായാവസ്ഥയും അവളുടെ സൗന്ദര്യവും എല്ലാം തന്നെ അവനെ ഉന്മത്തനാക്കി. അവനവളെ കാണണമെന്ന് തോന്നി. ദേവി രാത്രിയിൽ തുറന്നിട്ട തന്റെ ജനാലയിലൂടെ നിലാവിനെ നോക്കി കിടക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിക്കൊണ്ടിരുന്നു. താൻ വന്നുവിട്ട ചക്രവ്യൂഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് ഭയം ഇരട്ടിച്ച്. അതിനെങ്ങനെ ഭേദിച്ച് പുറത്തു കിടക്കുമെന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ദാഹം തോന്നിയതിനാൽ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോഴാണ് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കിയത് അതാ നിൽക്കുന്നു ഭൈരവൻ. അവനെ കണ്ടതും ബാലൻസ് തെറ്റി അവൾ വീഴാൻ പോയി. എന്നാൽ ഭൈരവൻ അവളുടെ ഇടുപ്പിൽ ഇരുകൈകളാൽ താങ്ങി നിർത്തി. അവന്റെ കാതിൽ കിടക്കുന്ന സിൽവറിന്റെ റിങ്സിൽ പ്രകാശം തട്ടി ദേവിയുടെ മുഖത്തേക്ക് ആ പ്രകാശം വീണു. ദേവി ഒരു കൈ കൊണ്ട് തന്റെ മുഖം പകുതി മറച്ചു. ദേവി ഭൈരവന്റെ കയ്യിലാണെന്നുള്ള കാര്യം അവൾക്ക് കുറച്ചു സമയത്തിന് ശേഷമാണ് മനസ്സിലായത്. ഭൈരവൻ തന്റെ കരവലയത്തിലുള്ള അവളെ കണ്ണിച്ചിമാ നോക്കി നിന്നു. മുഖത്തേക്ക് പാറി വീണ മുടികൾ അവൻ മെല്ലെ ഒതുക്കി. ദേവി മിടിപ്പോടെ അവന്റെ കൈകളിൽ കിടന്നു. അടുക്കളയിൽ ശബ്ദം കേട്ടതിനെ തുടർന്ന് എന്താണെന്നറിയാൻ വന്നു നോക്കിയ മുത്തശ്ശി കണ്ടത് തറയിൽ കിടക്കുന്ന ദേവിയായിരുന്നു. അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? അവർ ആകുലതയോടെ തിരക്കി. ദേവിക്ക് അപ്പോഴാണ് തനിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള വസ്തുത മനസ്സിലായത്. അവൾ പറഞ്ഞു, ഏയ് ഒന്നില്ലേ മുത്തശ്ശി, ഞാൻ വെള്ളമെടുക്കാൻ വന്ന ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാ. മുത്തശ്ശി പോയി കിടന്നോളൂ. അവൾ അതും പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയി. ഭൈരവൻ അന്ന് പതിവിലും കൂടുതൽ സന്തോഷവാനായിരുന്നു.
ഭൈരവൻ ദേവിയെ ഫോൺ വിളിച്ചു. പരിചയമില്ലാത്ത നമ്പരായതിനാൽ അവൾ എടുക്കാനൊന്നും മടിച്ചു. പ്രേമായിരിക്കുമെന്ന് കരുതി അവൾ എടുത്തു. ഹലോ പ്രേം. പ്രേമല ദേവി. ഭൈരവൻ, കാലഭൈരവൻ, തൊട്ടു മുന്നേ നിന്നെ വന്ന് കണ്ടിട്ട് പോയവൻ. ദേവിയുടെ മുഖത്ത് ഭയന്ന് എഴുതിച്ചു. അവളൊന്നും മിണ്ടാതെ അവനെ കേട്ടു നിന്നു. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നെ സ്വീകരിച്ചാൽ മതിയാവും. കാരണം എൻ്റെ അമ്മയുടെ വാശി നടത്താൻ വേണ്ടി ഈ ഭൈരവൻ ഏതറ്റം വരെയും പോകും. മനസ്സിലായോ നിനക്ക്? നീ വിവാദത്തിൽ നിന്നും പിന്മാറിയ നിന്റെ വീട്ടുകാരെ മുഴുവൻ ഞാൻ നിന്റെ കൺമുമ്പിലിട്ട് കത്തിക്കും. അവനൊരു വാണിംഗ് പോലെ പറഞ്ഞു. അതുകൊണ്ട് നീ നല്ല കുട്ടിയായിട്ട് ഒരുങ്ങി ചമഞ്ഞ് നിൽക്കണം. നിന്റെ വീട്ടുകാരെ കൂടി പറഞ്ഞ് സമ്മതിക്കണം. എടോടേ പുന്നാര മോളെ. അതും പറഞ്ഞ് അവളുടെ മറുപടി കേൾക്കാതെ അവൻ കോള് കട്ടാക്കി. ദേവി ആശയക്കുഴപ്പത്തിലായി. താൻ കാരണം തന്റെ കുടുംബം വേദനിച്ചുകൂടാ എന്നവൾ ചിന്തിച്ചു. ഭൈരവന്റെ വീട്ടിലെ അവസ്ഥ. ഭൈരവന്റെ രണ്ടാമത്തെ മരണപ്പെട്ടു പോയ അനിയന്റെ ഭാര്യയായ മോഹിനിക്ക് ഭൈരവനോട് ഇഷ്ടമായിരുന്നു. അവൾക്ക് അവനെ എങ്ങനെയെങ്കിലും പ്രാപിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കൂടെ അവളുടെ അമ്മ അവിടെ താമസിച്ചിരുന്നു. മോഹിനിക്ക് തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പൂർണ്ണതയിലെത്തിക്കാൻ ഭൈരവനെ പോലത്തെ ഒരു കരുത്തുറ്റ ആണിന് ആവശ്യമായിരുന്നു. അവളുടെ യുവാൻ കഴിഞ്ഞ് 2 വർഷം തികയും മുന്നെയാണ് ഭർത്താവ് മരണപ്പെട്ടത്. വർഷങ്ങൾ കഴിയുന്നു ഇപ്പോൾ. അവൾ പലപ്പോഴായി ഭൈരവന്റെ മുമ്പിൽ ഒരു ആണിനെ മയക്കാൻ പറ്റുന്ന രീതിയിൽ വന്ന് നിന്നിട്ടുണ്ട്. എങ്കിലും ഭൈരവന്റെ കണ്ണുപോയത് അവളുടെ മുഖത്തേക്ക് മാത്രമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവനെ തന്റെ വരിയിൽ കൊണ്ടുവന്ന് അവന്റെ ഭാര്യയായി ജീവിക്കുക എന്നതാണ് അവളുടെയും അമ്മയുടെയും ഉദ്ദേശം. ദേവിയെ കണ്ട് വീട്ടിൽ തിരിച്ചെത്തി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൈരവന്റെ മുറിയിലേക്ക് ആരെയും ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ, ശരീരത്തെ എടുത്തറിയിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് മോഹിനി കടന്നു വന്നു. പക്ഷേ ഭൈരവൻ ലാപ്പിൽ നിന്ന് കണ്ണെടുത്ത് അവളെ നോക്കിയത് കൂടിയില്ല. തന്നെ ഒന്ന് നോക്കുകൂടി ചെയ്യുന്നില്ലെന്ന് കണ്ടതോടുകൂടി അവൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടാ, ആഹാരം കഴിക്കുന്നില്ലേ? ചേട്ടൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ആഹാരം മുറിയിലേക്ക് കൊണ്ടുവന്നു. ചേട്ടൻ കഴിക്കാത്തതിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിക്കും. ഈ വീടിന് വേണ്ടിയിട്ടല്ലേ ചേട്ടൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു. ചേട്ടൻ വാ, ആഹാരം കഴിക്കാം. ആൾ നിഷ്കളങ്കത വ്യക്തികൊണ്ട് പറഞ്ഞു. മോഹിനി പോയി കിടന്നോളൂ, എനിക്ക് കുറച്ച് കൂടി ബാക്കിയുണ്ട്. അതുമല്ല, എനിക്ക് നിന്നെ ആഹാരമൊന്നും വേണ്ട. എന്റെ മനസ്സുമായിരുന്നു നിറഞ്ഞു. അവൻ സ്ക്രീനിൽ തെളിയുന്ന ദേവിയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. മോഹിനി തന്റെ ശരങ്ങളൊന്നും ഏൽക്കുന്നില്ലല്ലോ എന്ന നീരസത്തിൽ മുറിവിട്ടിറങ്ങി. അവൻ ലാപ്പിൽ ദേവിയുടെ ഫോട്ടോയാണ് കണ്ണെടുക്കാതെ നോക്കുന്നതെന്ന് കണ്ടപ്പോൾ അവളിലെ പെണ്ണസൂയ കൂടി വന്നു. മോഹിനി പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവി, ഒരിക്കലും ഈ ഇരിക്കുന്ന മനുഷ്യനെ നിന്റേതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളിൽ ആണിനെ അറിയേണ്ടത് നീയല്ല, ഞാനാണ് ഈ മോഹിനി. എനിക്കറിയാം ഇയാളെങ്ങനെ എൻ്റെ വരയിലാക്കണമെന്ന്. അതിന് ഏതറ്റം വരെയും ഞാൻ പോവും. അതും പറഞ്ഞ് അവൾ മുറിവിട്ടിറങ്ങിപ്പോയി. ഭൈരവൻ പറഞ്ഞ നിശ്ചയ ദിവസം വന്നെത്തി. ദേവി അവൻ നൽകിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞു നിന്നു. അവൾ സാക്ഷാൽ ഒരു ദേവിയെ പോലെ തോന്നിച്ചു അവിടെ കൂടിയവർക്ക്. മോതിരം മാറുന്ന സമയമായപ്പോൾ ദേവി അവന്റെ കയ്യിൽ മോതിരിടാൻ വിസമ്മതിച്ചു നിന്നു. ഭൈരവൻ അവിടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. നിന്റെ വീട്ടുകാരുടെ ജീവൻ എൻ്റെ കയ്യിലാണെന്നുള്ള വസ്തുത നീ മറക്കരുത്. അവന്റെ ആ വാക്കുകൾ ദേവിയിൽ ഭയമുളവാക്കി. തന്റെ കുടുംബത്തിലെ ഓരോ ജീവനും തന്റെ വാശിയേക്കാൾ വലുതല്ലെന്ന് അവൾക്ക് തോന്നി. അവൾ അവന്റെ വിരലിൽ പകുതി വരെ മോതിരിട്ട് കൊടുത്തു. വിജയ് ഭാവത്തിൽ അവനത് മുഴുവനായും ഇട്ടു. മോഹിനിക്ക് അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൾ പല്ലടിച്ചുകൊണ്ട് ദേവിയെ പ്രാഗിക്കൊണ്ട് നിന്നു. ദേവിയുടെ വിരലിൽ മോതിരണിയാൻ അവൾ വിസമ്മതിച്ചു. ഭൈരവൻ അവളുടെ കൈ ബലം പ്രയോഗിച്ച് പിടിച്ച് പൊക്കിയപ്പോഴാണ് കണ്ടത് അവളുടെ മോതിര വിരൽ മുറിഞ്ഞിരിക്കുന്നത്. ദേവിയിൽ അന്നേരം ഒരു പ്രതികാരച്ചിരി ഉണ്ടായിരുന്നു. ഇത് ഭൈരവനെ ചൊടിപ്പിച്ചു. അവനവിടെ മുറി വഴിച്ചു മാറ്റി ആ വിരലിൽ തന്നെ മോതിരണിയിച്ചു. ദേവി അത് പ്രതീക്ഷിച്ച ഒന്നല്ലായിരുന്നു. നിമിഷ നേരം കൊണ്ട് ദേവിയുടെ മുഖത്ത് നിന്ന് ആ ചിരി മായുകയും ഭൈരവന്റെ മുഖത്ത് വിജയ് ഭാഗത്തുള്ള ചിരി വരികയും ചെയ്തു. അവനവിടെ കാതിൽ മെല്ലെ പറഞ്ഞു. ഈ കടന്നുപോയ 20 കൊല്ലം നിന്നെ കാത്തിരിക്കാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ ഇങ്ങനെ സ്വന്താക്കണമെന്ന് എനിക്ക് അറിയാടി വേണ്ടേ. ദേവിയുടെ മുറിഞ്ഞ വിരലിൽ നിന്നും ചോരയിട്ട് വീണുകൊണ്ടിരുന്നു. അവൾക്ക് അന്നേരം വേദനയും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. അവന്റെ വിജയശ്ശേരി അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൾ അവനണിയിച്ച മോതിരം ഊരിയെറിഞ്ഞു. അവൾ ഊരിയെറിഞ്ഞ മോതിരം അവൻ താഴെ വീഴാതെ പിടിച്ചു. അവന്റെ കണ്ണുകളിലെ ഞരമ്പ് ചുവന്ന് തടിച്ചു. അവൻ അവിടെ അടുത്തേക്ക് പാഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു. ഈ ഒരൊറ്റ തവണ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ഈ ഭൈരവനെ മറ്റൊരു മുഖം നീ എന്നെ കൊണ്ട് കാണിപ്പിക്കരുത്. അതൊരു താക്കീതായിരുന്നു. അതും പറഞ്ഞ് രക്തം കിനിയുന്ന അവളുടെ മോതിരവില്ല അവന്റെ മോതിരം വീണ്ടും സ്ഥാനം പിടിച്ചു. ദേവി തലയെടുപ്പോടെ നടന്ന് തന്റെ കാറിൽ കയറുന്നവനെ പകയോടെ നോക്കി നിന്നു. വിവാഹ ദിവസം വന്നെത്തി. ഭൈരവന്റെ വിവാഹം നാടെങ്ങും അറിയിച്ചു. ഒരാഘോഷമാക്കി നടത്താൻ അവർ തീരുമാനിച്ചു. വിവാഹ ദിവസം ദേവി തയ്യാറാവുകയായിരുന്നു. അവളുടെ മനസ്സ് നീറി പുകയുകയായിരുന്നു. പ്രേമിനെ മറക്കാൻ അവൾക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. അപ്പോഴാണ് പ്രേം അവൾ തയ്യാറാവുന്ന മുറിയിലേക്ക് കയറി വന്നത്. ദേവി, അവൻ വിളിച്ചു. ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ തന്നെ കെട്ടിപ്പുണർന്നു. നമുക്കിടുന്ന് പോവാം ദേവി, ദൂരേക്ക് എവിടേക്കെങ്കിലും.
നീ ഈ ദുഷ്ടന്റെ കൂടെ ജീവിക്കുന്നതാണ് എനിക്ക് വയ്യ. വാ നമുക്ക് പോവാം. അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. ഒരു നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ അവൾ അവൻ്റെ ഒപ്പം അവിടെ നിന്നും പോയി. വിവാഹം നടക്കുന്ന സ്ഥലത്ത് വാദ്യങ്ങൾ മുഴങ്ങിയായിരുന്നു. ഭൈരവൻ വേദിയിലിരിക്കുന്നവരെ നോക്കി തൊഴുതുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു. ഭൈരവന്റെ ഏറ്റവും ഇളയ അനിത്യായ മായ പറഞ്ഞിട്ടാണ് അറിയുന്നത് ദേവി മിസ്സിംഗ് ആണെന്നുള്ള വസ്തുത. അത് ഭൈരവന് ദേഷ്യത്തിന് ആക്കം കൂട്ടി. ദേവും പ്രേമും കൂടി കുറെ ദൂരമെത്തി കഴിഞ്ഞിരുന്ന അന്നേരം പോലീസിന്റെ ചെക്കിംഗ് കണ്ടാണ് പ്രേമ കാർ നിർത്തിയത്. എന്താ സർ, എന്താ പ്രശ്നം? പ്രേം ചോദിച്ചു. ഒന്നുമില്ല, ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ മിസ്സിംഗ് ആണ്, ഞങ്ങൾ ചെക്ക് ചെയ്യാണ്. അയാൾ ദേവിയെ കണ്ടു. ഉടനെ വയർലെസ്സിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്തു. ശേഷം ദേവിക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. അത് സുകന്യ മോളെ തോക്കിൻ മുന്നിൽ ഇരിക്കുന്നതായിരുന്നു. ദേവി കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. പ്രേമിന് എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. ഒരു പോലീസ് ദേവിക്ക് ഒരു ഫോൺ നൽകി. അവൾ തന്റെ വിറക്കുന്ന കൈയിലൂടെ അത് വാങ്ങി ചെവിയിൽ വെച്ചു. ദേവി, നീ വീണ്ടും എന്നോട് അനുസരണക്കേട് കാണിച്ചു. നിന്റെ സുകന്യമോളെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടെ എത്തണം. മുഹൂർത്തം കഴിയാൻ ഇനി 1/2 മണിക്കൂർ മാത്രം. ദേവിയുടെ മുമ്പിൽ മറ്റൊരു കാർ വന്ന് നിന്നു. അവൾ പ്രേമിന്റെ അടുത്തുനിന്ന് ഒന്നും പറയാതെ വന്ന വാഹനത്തിൽ കയറിപ്പോയി. ദേവി മണ്ഡപത്തിലോട്ട് ഓടിക്കിതച്ച് വരുന്ന് ഭൈരവൻ വിജയഭാവത്തിൽ നോക്കി കണ്ടു. അവൻ അവളുടെ കഴുത്തിൽ താലിയാർത്തി. ദേവിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൻ അവളുടെ നെറുകയിൽ സിന്ദൂരം തൊട്ടപ്പോൾ ശേഷം അവൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ദേവി നിന്റെ അടുത്ത് എൻ്റെ അടുത്ത് കളിക്കരുതെന്ന്. ഞാൻ ഭൈരവനാ, കാല ഭൈരവൻ. എവിടെ എൻ്റെ സുകന്യമോള്? ദേവി ചോദിച്ചു. അവൻ കൈ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സുകന്യമോള് സേഫായിരുന്നു അന്നേരം. ദേവി തന്റെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിന്നു. വാ, അവന്റെ ശബ്ദം കനത്തിലായിരുന്നു. നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്, നിനക്കിന് എന്റെ വീട്ടിലാ സ്ഥാനം. അതും പറഞ്ഞ് അവനവളെ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് നടന്നു. ദേവിയുടെ കുടുംബം ആ കാഴ്ച കണ്ട് ഹൃദയം നുറുങ്ങി നിന്നു. അവിടെ പ്രേം തലകുനിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഭൈരവൻ പ്രേമിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, മോനെ പ്രേം, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേടാ അവൾ എന്റേതാണെന്ന്. നിന്നെപ്പോലൊരു കഴിവ് കേട്ടവനല്ല അവൾക്ക് വേണ്ടത്. ദാ എന്നെപ്പോലെ എന്തിനേതിനും ഉശിരുള്ള ഒരാണിനെയാ. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഏതു വിധത്തിലും ഞാൻ അവളെ സ്വന്തമാക്കിയേനെ. നീ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവളെ ഈ നിമിഷം നീ മറന്നേക്കണം. അവളിനി ഭൈരവനുള്ളതാ. അതും പറഞ്ഞ് അവൻ മുണ്ട് മടക്കി കുത്തി സ്റ്റൈലിൽ അവിടുന്ന് കാറിൽ കയറിപ്പോയി. മാളിയേക്കൽ തറവാട്ടിൽ അവരെ കാത്തുകൊണ്ട് മായാവതി ഉണ്ടായിരുന്നു. ഭൈരവൻ അവർ അനുഗ്രഹിച്ചു. ദേവിയുടെ മുഖത്ത് അവർ പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിന്റെ മോശം സമയം അത് ഇവിടെ തുടങ്ങിയാണ് ദേവി. അതും പറഞ്ഞ് അവർ അകത്തേക്ക് പോയി. ദേവി ഭൈരവന്റെ മുറിയിൽ ഭയത്തോടെ ഇരുന്നു. മായ മുറിയിൽ വേണ്ടുന്നതെല്ലാം കൊണ്ടുവച്ച്. മോഹിനി അവളെ കോപത്തോടെ നോക്കി നിന്നു. മായ നല്ല സാധുവായൊരു കുട്ടിയായിരുന്നു. അവൾ ദേവിയോട് പറഞ്ഞു, ദേവി പേടിക്കണ്ട, ഭൈരവൻ ചേട്ടൻ നല്ലവനാ. അതിന്റെ മനസ്സിൽ ഈ അമ്മയാ വൈരാഗ്യത്തിന്റെ വിത്ത് പാകിയത്. കുഞ്ഞുനാൾ മുതലേ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ലേ ഭൂമിയിൽ. അതുകൊണ്ട് ദേവി ശ്രമിച്ചു നോക്കൂ. അതും പറഞ്ഞ് അവൾ പോയി. ഭൈരവൻ അന്ന് ഗസ്റ്റ് റൂമിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. അവളുടെ നിഷ്കളങ്കമായ മുഖം അവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അവൻ കൂട്ടിലിട്ട് വെരുകിനെ പോലെ നടന്നുകൊണ്ടിരുന്നു. അവന്റെ മനസ്സ് പറഞ്ഞു, അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് താൻ അവളെ വേദനിപ്പിച്ചത്, അല്ലാതെ അവൾ തനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. അവൻ ഓരോന്ന് ഓർത്തുകൊണ്ട് നിന്നു. മോഹിനി ഭൈരവൻ ഗസ്റ്റ് റൂമിൽ നിൽക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് പോയി. അവൾ മനഃപൂർവ്വം തന്റെ സാരി നെഞ്ചുഭാഗത്തുനിന്നും മാറ്റിയിട്ടു. അവനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ അവൾ ശ്രമിച്ചു. എന്നാൽ ഭൈരവൻ മുന്നേ അറിയാമായിരുന്നു മോഹിനിയുടെ അടവുകൾ. എന്താ ചേട്ടാ മുറിയിലോട്ട് പോകാത്തത്? അവിടെ ഒരാൾ ഇരിക്കുന്നല്ലേ, ഇനി ചേട്ടന് അവളെ ഇഷ്ടമില്ലാന്നുണ്ടോ? അവൾ തന്റെ സംശയം അവനോട് ചോദിച്ചു. ഭൈരവൻ ഒരു പുരികമുയർത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവളിവിടെ ഉള്ളത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല. മോഹിനി പോയിക്കോളൂ, എനിക്ക് കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയിക്കോളാം. അവൻ മോഹിനിയെ പറഞ്ഞു വിട്ടു. ദേവി കട്ടിൽ കിടക്കുകയായിരുന്നു. അവളുടെ സാരി ഇടുപ്പിൽ നിന്ന് മാറിക്കിടന്നു. ഭൈരവൻ മുറിയിൽ വന്ന സമയമായിരുന്നു. പെഡസ്റ്റൽ ഫാനിന്റെ കാറ്റുകൊണ്ട് അവളുടെ വയറുഭാഗത്തുനിന്ന് സാരി മാറിപ്പോയി. അവളുടെ ഭംഗിയുള്ള നാഭി കാണാൻ ഇടയായി ഭൈരവൻ. അവൻ കസേരയിലിരുന്ന് അവളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം അവൻ അമ്മയുടെ പ്രതികാരമെല്ലാം മറന്നുപോയി. ആ സമയം അവൻ വെറുമൊരു പുരുഷനായി മാറി. തന്റെ ശരീരത്തിന്റെ പാതിക്ക് വേണ്ടി അവന്റെ കണ്ണുകൾ പരതി നടന്നു. അവൻ മെല്ലെ അവിടെ അടുത്ത് ചെന്ന് അവളുടെ നാഭിച്ചൂഴിയിൽ മൃദുവായൊന്ന് തലോടി. അയ്യോ, എന്നെ ചെയ്യല്ലേ? ദേവി ഞെട്ടിണീറ്റു. താൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു അവൾക്ക് മനസ്സിലായി. അവൾ ക്ലോക്കിലേക്ക് നോക്കി. മണി 2 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഭൈരവൻ മുറിയിലേക്ക് വന്നതേയില്ല. അവൾ മെല്ലെ അവനെ തേടിയിറങ്ങി. അവൾ കണ്ടത് ഗസ്റ്റ് റൂമിൽ കിടന്നുറങ്ങുന്ന ഭൈരവനെയാണ്. പിറ്റേന്ന് നേരത്തെ കുളിച്ചിറങ്ങി അവൾ കണ്ടത് മുറിയിലേക്ക് വരുന്ന ഭൈരവനെയാണ്. അവനൊന്നും മിണ്ടായ ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവളുടെ ഗന്ധമുണ്ടായിരുന്നു. ഭൈരവന് തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അവൻ ബാത്റൂം ചുമലിൽ ചാരി ഏറെ നേരം നിന്നു. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുമ്പിലിരുന്നു കൊണ്ട് അവൾ ഒരുങ്ങിയായിരുന്നു. കുങ്കുമച്ചെപ്പ് കണ്ടപ്പോൾ അവളൊന്ന് ആലോചിച്ചു.
താൻ ഇതിടേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോയി. അവൾ ആ കുങ്കുമച്ചെപ്പിടാതെ തിരിച്ചു വന്നപ്പോഴാണ് ഭൈരവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന്. ഒരു ടവല് മാത്രമായിരുന്നു അവന്റെ വേഷം. അവൾ അവനെ മുഖത്തു നോക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ ധൃതിപ്പെട്ടു. അവൻ അവളെ പിടിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവൾ വെച്ച ചെപ്പിൽ നിന്നും കൂടുതൽ സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. അവൾ പറഞ്ഞു, ഇത് നിർബന്ധിച്ചിടേണ്ട കാര്യമില്ല, മറിച്ച് ഇഷ്ടത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവൻ പറഞ്ഞു, ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടാടുന്നൊക്കെ നിന്റെ ഇഷ്ടം. എന്നാൽ ഈ മുറിയുടെ വെളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉറപ്പായി ഇത് നിന്റെ നെറുകിൽ പൂശിയേ മതിയാവൂ. അവൻ കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മുഖം കൂർപ്പിച്ചുകൊണ്ട് പോവാനൊരുങ്ങുന്നവളോട് അവൻ പറഞ്ഞു, ഈ മുറി വിട്ട് പുറത്ത് നീ എൻ്റെ ഭാര്യയാണ്. ഈ മുറിക്കകത്ത് നീയും ഞാൻ അപരിചിതർ മാത്രം, മനസ്സിലായോ? അവൻ അതും പറഞ്ഞ് അവരെ ഡ്രസ്സ് ഇടാൻ തുടങ്ങി. ദേവി അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അടുക്കളയിൽ നിന്ന് മോഹിനി അമ്മയും മായയും ജോലികൾ ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു. മായ അവളെ നോക്കി ചിരിച്ചു. ദേവി മായയുടെ അടുത്ത് പോയി ഓരോന്നും ചെയ്യാൻ ശ്രമിച്ചു. മായ അവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുത്തു. ഇതൊന്നും ഇഷ്ടപ്പെടാതെ മോഹിനി അവളെ നോക്കിക്കൊണ്ട് നിന്നു. മായ ചോദിച്ചു, ഇന്നലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ? മോഹിനിയും അവർ തമ്മിൽ എന്തെങ്കിലും നടന്നോ എന്നറിയാൻ കാതോർത്ത് നിന്നു. എന്നാൽ ദേവി ഒരു ചിരിയിലാണ് ഒതുക്കിയത്. എല്ലാവരും തീന്മേശയിൽ ഒത്തുകൂടി. ദേവി എല്ലാവർക്കും ആഹാരം വിളമ്പി. ഭൈരവൻ ചട്നി എടുക്കാൻ ഒരുങ്ങിയതുമാണ് ദേവിയും കൈവച്ചത്. ഒരു നിമിഷം അവർ പരസ്പരം നോക്കിപ്പോയി. മായ ഒന്ന് വരുത്തി ചുമച്ചപ്പോഴാണ് രണ്ടുപേരും കൈമാറ്റിയത്. ഭൈരവൻ രാത്രിയിൽ മാത്രമാണ് ആ മുറിയിൽ വന്നിരുന്നത്. അതും ദേവി ഉറങ്ങിക്കഴിഞ്ഞിട്ട്. ദേവി പതിയെ ഭൈരവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ മുരുടൻ സ്വഭാവം ഒരു പുറംചട്ടയാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമെങ്കിലും അമ്മ അറിയാതെ അവൻ അതിന് പ്രതിവിധി ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഒരുപാട് വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും അവന്റെ സ്വന്തം റിസ്കിൽ സ്പോൺസർ ചെയ്തിരുന്നു. അവന്റെ മുമ്പിൽ കണ്ണീരോടെ വന്ന് നിൽക്കുന്നവരെ അവൻ വെറും കൈയോടെ ഒരിക്കലും മടക്കി അയക്കില്ലായിരുന്നു. ദേവി മനസ്സിൽ പറഞ്ഞു, മോനെ കാലഭൈരവ, നീയാവുന്ന മരുഭൂമിയിൽ മഴ പെയ്യിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശേഷം അവൾ അവനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ഓരോന്ന് ചെയ്തു തുടങ്ങി. ദേവി അവന്റെ മുറിയിൽ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവച്ചു. അവളവിടെ പൂജ നടത്തി. ദേവിയുടെ ഈ പ്രവൃത്തികളൊക്കെയും ഭൈരവനിൽ അവളോട് ഒരു അടുപ്പമുണ്ടാക്കി. ജോലിക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നതിനോട് അവൾ പറഞ്ഞു, പ്രസാദം തൊട്ടിട്ട് പോയിക്കൂടെ? അവൾ മൃദുവായി ചോദിച്ചു. അവൻ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട. അവൾ വാകൂട്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഈ കാളിയുടെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്ന് പറഞ്ഞ് അവൻ സംശയരൂപേണ ചോദിച്ചു. ഏയ്, ഞാൻ പറഞ്ഞതേ നിങ്ങൾ കാലഭൈരവനല്ലേന്നാ. അവൾ പകപ്പോടെ പറഞ്ഞു. അവനൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവന്റെ മുഖത്ത് ചെറിയൊരു ചിരി സ്ഥാനം പിടിച്ചു. അത് കണ്ടുവന്ന മായാവതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി. ശേഷം തന്നെ മുറിയിലേക്ക് പോയി. വൈകുന്നേരം ഫാക്ടറിയിൽ നിന്ന് വന്ന ഭൈരവനെ മായാവതി വിളിപ്പിച്ചു. എന്താ അമ്മ വിളിച്ച്? അവൻ സ്നേഹത്തോടെ അമ്മയോട് ചോദിച്ചു. മോനെ, നമ്മളിവിടെ ഒരു അറുമാറിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുറച്ച് ദിവസമായില്ലേ? മായാവതിയെ നിർത്തി. ഭൈരവനൊന്നും ഞെട്ടിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. മായാവതി തുടർന്നു. മോനെ, എനിക്ക് അവളുടെ കരച്ചിൽ കേൾക്കണം. വെറും കരച്ചിലല്ല, ആലമുറയിട്ടുള്ള കരച്ചിൽ. മായാവതി ക്രൂരമായും ചിരിച്ചു. മായാവതിക്ക് അറിയണമായിരുന്നു ഭൈരവൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയോ ഇല്ലയോ എന്ന്. അവരൊരു കമ്പിയെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാലോ. ഭൈരവൻ ഭാരിച്ച മനസ്സോടെ ആ കമ്പി വാങ്ങി മുകളിലെ മുറിയിലേക്ക് നടന്നുപോയി. ദേവി ഭൈരവനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു. കാരണം അവന് വേണമെങ്കിൽ അവളെ ഇവിടെ കൊണ്ടുവന്ന സമയം തന്നെ അവളുടെ അനുവാദമില്ലാതെ അവളെ സ്വന്തമാക്കാമായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. അവൾക്ക് അവനോടൊരു മതിപ്പൊക്കെ തോന്നിയിരുന്നു. അവൾ കട്ടിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞിടക്കുകയായിരുന്നു. ഭൈരവൻ വരുന്ന കാൽപെരുമാറ്റം കേട്ടിട്ടും അവൾ തിരിഞ്ഞു കിടന്നു. മുറി തുറന്നു വന്ന ഭൈരവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന തീയിലിട്ട് പഴുപ്പിച്ച കമ്പി അവളുടെ മുതുകിൽ വെച്ചു കൊടുത്തു. ദേവിയുടെ കരച്ചിൽ മാളിയേക്കൽ തറവാടിൽ നിന്ന് കുലുക്കി. മായാവതി മനസ്സെറിഞ്ഞുകൊണ്ട് ചിരിച്ചു. ഭൈരവൻ നേരെ പോയത് ഗസ്റ്റ് റൂമിലേക്കായിരുന്നു. അവൻ അവന്റെ മുതുകിൽ ശക്തിയായ ആ പഴുത്ത കമ്പി വെച്ചുകൊണ്ട് നിന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. അന്ന് ആദ്യമായി അവന്റെ മനസ്സ് ദുഃഖഭാരത്താൽ നിറഞ്ഞു. ദേവിക്ക് പൊള്ളിയതിനേക്കാളേറെ ഭൈരവന് പൊള്ളലേറ്റു. ദേവി വേദന കൊണ്ട് അലറി. മായ കൊണ്ടുവന്ന മരുന്ന് പോലും മായാവതി അവളെ പുരട്ടാൻ അനുവദിച്ചില്ല. ദേവി എപ്പോഴോ വേദന കൊണ്ട് ഉറങ്ങിപ്പോയി. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായ ശേഷമാണ് ഭൈരവൻ മുറിയിലേക്ക് വന്ന് അവൻ അവളുടെ വെളുത്ത ശരീരത്തിലുണ്ടായ പൊള്ളിയ പാട് കണ്ട് തകർന്നുപോയി. അവൻ അവൾക്ക് മരുന്ന് പുരട്ടി കൊടുത്തു. ഏറെ നേരം അവളെ നോക്കി അവൻ ഇരുന്നു. ഭൈരവൻ മാറുകയായിരുന്നു. കാരണം തന്നേക്കാളും പ്രായത്തിലുള്ളവളാണ് ദേവി. അവനൊരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ അവളോട് അലിവ് തോന്നി. അവളും താനും എടുക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടാവില്ലെന്നും അമ്മ അവളെ അതിന്റെ പേരിൽ കൂടുതൽ ഉപദ്രവിക്കുന്നവന് ബോധ്യമായി. അതിനുശേഷം ഭൈരവൻ അവളുടെ മുമ്പിൽ അധികം വരാറില്ലായിരുന്നു. എപ്പോഴും ഫാക്ടറിയിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിച്ചു പോന്നു. ദേവിയുടെ മുറിവ് ഉണങ്ങി വരികയായിരുന്നു. ആൾക്കാരോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തിനാണ് തൻ്റെ അടുത്ത് ഇത്രയും ക്രൂരത ചെയ്തതെന്ന്. പക്ഷെ അവന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് അവൾ ഭയപ്പെട്ടു. പക്ഷേ തന്റെ ഊഴം വരുമെന്ന് തന്നെ അവൾ വിശ്വസിച്ചിരുന്നു. മായാവതിയുടെ തീർത്ഥയാത്രയ്ക്ക് പോയ സമയമായിരുന്നത്. അന്ന് ദേവി ഉറങ്ങിയെന്ന് കരുതി ഭൈരവൻ റൂമിൽ വന്ന് വേഷം മാറുകയായിരുന്നു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൾ കണ്ടത്. തന്നേക്കാളേറെ പൊള്ളിയിരിക്കുന്നു ഭൈരവന്റെ മുതുക്. ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അവൾക്ക് മായ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ക്രൂരതയ്ക്ക് ചെയ്തു കൂട്ടുന്നതെന്നുള്ള കാര്യം. ദേവി തീരുമാനമെടുത്തു ഭൈരവനെ തന്നെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവ് ആക്കിയെടുക്കണമെന്ന്. പിറ്റേന്ന് ഭൈരവൻ ഫാക്ടറി പോവാനായി തന്റെ വാഹനത്തിൽ കയറിയപ്പോൾ ദേവി കൂടെ കയറി. അവനെ എന്ത് എന്നുള്ള ഭാഗത്തിൽ അവൾ നോക്കി. അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഭൈരവന്റെ പെണ്ണല്ലേ, എന്റെ മുതിയിലെ മുറിവ് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, എന്നെ കൊണ്ടാക്കി തന്നേ പറ്റൂ, നിങ്ങൾ തന്ന സമ്മാനമല്ലേ. അവൾ ധൈര്യമായി പറഞ്ഞു. അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, വേദനയുണ്ടോ? അവൾ പൊടുന്നതിനെ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വെക്കാനാണോ? അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. അവനും ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, പക്ഷെ നിന്റെ പ്രവൃത്തി മോശമാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടായേക്കോ. അവൻ പറഞ്ഞു. അവൾ അവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാലഭൈരവന് അത്രയ്ക്ക് കല്ലു മനസ്സാണോ? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അന്ന് മുതുകിലടിച്ചോണ്ടാണോ എന്റെ മുതുക് പൊള്ളിച്ച്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ വാക്കും അവളുടെ ദൈന്യതയോടുള്ള നോട്ടമെല്ലാം ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കാറിൽ നിന്നിറങ്ങാൻ പറഞ്ഞു. പക്ഷെ അവൾ കേൾക്കാത്ത പോലെ ഇരുന്നു. അവൻ പറഞ്ഞു, ഗെറ്റ് ഔട്ട്. അവൾ മിഴിച്ചു നോക്കി അവനെ. അവൻ അവൾ ഡോറൊന്ന് വലിച്ചിറക്കിയിട്ട് അവിടുന്ന് വേഗത്തിൽ പോയി. ദേവി അമ്പരന്ന് നിന്നു. മായ അവളോട് പറഞ്ഞു, ദേവിക്ക് മനസ്സിലായില്ലേ കാരണം എന്താണെന്ന്? ചേട്ടന് കുറ്റബോധം തോന്നി തുടങ്ങി, അതാ നിന്റെ അടുത്ത് മുഖം പോലും തരാതെയുള്ള ഈ ഒളിച്ചോട്ടം. ദേവിയുടെ മുഖത്തൊരു പ്രസരിപ്പുണ്ടായി. ഓഹോ, അപ്പൊ അതാണ് കാര്യം, അവൾ മനസ്സിൽ പറഞ്ഞു. വണ്ടിയിലിരിക്കവേ അവന്റെ ചിന്തകൾ അലട്ടുന്നുണ്ടായിരുന്നു. ദേവി അവന്റെ മനസ്സിന്റെ കരുത്തിനെ തളർത്തുന്ന പോലെ തോന്നി അവന്. അവളുടെ ചിരിച്ച മുഖവും അവളുടെ ചേഷ്ടകളും അവൾ ആദ്യമായി കണ്ട രംഗങ്ങളെല്ലാം തന്നെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. ദേവി, നീ എന്നെ തോൽപ്പിക്കുകയാണോ? നിന്റെ സ്നേഹം കൊണ്ട് ഞാനെന്ന മൃഗത്തെ നീ എന്തിന് ഇത്രമേൽ സ്നേഹിക്കുന്നു? എന്നെ സ്നേഹിച്ചാൽ നിനക്കെന്നും ദുഃഖവും വേദനകളും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞിട്ടും എന്തിനാ വെറുതെ? ബുദ്ധി നിഷേധിക്കാൻ പറഞ്ഞുവെങ്കിലും ദുർബലനായ മനസ്സ് അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അവളുടെ കൂടെ സമയം ചെലവഴിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവളെ ഒന്ന് സ്നേഹത്തോടെ തലോടാൻ അവന്റെ ഉള്ള അത്രമേൽ കൊതിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി അവൻ ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അന്ന് മോഹിനി അവന്റെ റൂമിൽ ചെന്നു. മദ്യപിച്ചുകൊണ്ടിരുന്ന അവന്റെ അടുത്തിരുന്ന് ലാസ്യച്ചോയോടെ സംസാരിച്ചു. ചേട്ടന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന്. എനിക്കറിയാം ചേട്ടൻ അവളെ ഇഷ്ടമല്ലെന്ന്. ചേട്ടന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് ചേട്ടന്റെ സ്നേഹം മാത്രം മതി. അതും പറഞ്ഞ് അവൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഭൈരവന്റെ ദേഹത്തേക്ക് ചാഞ്ഞു. അമിതമായി മദ്യപിച്ചതിനാൽ ബോധം പറയുന്ന അവസ്ഥയിലായിരുന്നു അവൻ. മോഹിനി അവന്റെ ശരീരത്തിൽ കൈവിരലുകൾ ഓടിച്ചു. ബോധം നഷ്ടപ്പെട്ടിരുന്ന ഭൈരവൻ പറഞ്ഞു, ദേവി. അവനപ്പോൾ കൂടി ദേവിയുടെ പേരാണ് പറയുന്നത് മനസ്സിലായതോടെ മോഹിനിക്ക് കലിയിളകി. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു ദേവി, എനിക്കില്ലാത്ത എന്താ അവൾക്കുള്ളത്? ഭൈരവൻ എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, മാറിനിക്ക് ദേവി. അവൻ നിലത്തുറക്കാത്ത കാലുമായി പുറത്തിറങ്ങാൻ ശ്രമിച്ചു. മോഹിനിയെ പിടിച്ചു തള്ളിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. മോഹിനി അവന്റെ പിന്നാലെ പോവാൻ തുനിഞ്ഞതും ദേവി അവൾക്ക് മുമ്പിലായി വന്നു നിന്നു. മോഹിനി അത് പ്രതീക്ഷിച്ചില്ല. ദേവി ദേഷ്യത്തോടെ മോഹിനിയെ നോക്കി. അവൾ ആ മുറിയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. മോഹിനിയുടെ ചെകിട്ടിട്ടൊന്ന് പൊട്ടിച്ച് ദേവി. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് നാണാവുന്നില്ലേ എന്റെ ഭർത്താവിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ? നിങ്ങൾ ഇത്രയും വൃത്തിയായിട്ട് സ്ത്രീയായിരുന്നോ? ഇനി മേല എന്റെ ഭർത്താവിന്റെ പുറകെ നടന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ കേട്ടില്ലേ ആ മനുഷ്യന് ഈ അനുഭവത്തിൽ ആരുടെ പേരാ പറയുന്നെന്ന്? എന്നെ എന്റെ ഭർത്താവിനെയും പിരിക്കാന്ന് ആരും കരുതണ്ട. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. മുറിയിലെത്തി നോക്കിയപ്പോൾ അവിടെ ഭൈരവൻ കിടപ്പുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൾ കട്ടിലിന്റെ പുറത്തോട്ട് കിടന്നിരുന്ന അവന്റെ കാലുകളെടുത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് അവന്റെ ഷൂസുകൾ അഴിക്കുകയായിരുന്നു. അവൻ മെല്ലെ അവളെ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ദേവി, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാം. എനിക്ക് നീ എന്ന് വെച്ചാൽ ഭ്രാന്ത. ഞാൻ ചികിത്സിച്ച് മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഭ്രാന്ത്. അവനവളുടെ മുടികളെ തഴുകിക്കൊണ്ട് കിടന്നു. ദേവിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ മുത്തുകൾ പൊഴിഞ്ഞു വീണു. അവനവളെ തിരിച്ചിടത്തിക്കൊണ്ട് അവളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവനവളുടെ സുന്ദരമായ മുഖത്തെ തഴുകി. എന്തോ ഓർത്ത പോലെ അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ അമ്മ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അത് പറഞ്ഞ് അവൻ ഉറങ്ങിപ്പോയി. ദേവി അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് തറഞ്ഞുപോയി. കാരണം അവനെപ്പോലുള്ള ഒരു മുരടന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഇടവരാത്ത വാക്കുകളായിരുന്നു അത്. ദേവി തീരുമാനമെടുത്തു. അന്ന് എന്താണ് സംഭവിച്ചെന്ന് അവൾക്ക് അറിയണമായിരുന്നു. അവൾ 20 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അന്ന് ഇരു കുടുംബത്തിലായി ജോലി ചെയ്തിരുന്ന കാര്യസ്ഥനായ പരശുരാമൻ എന്നാളെ കാണാനായിരുന്നു. അയാളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കണ്ട് ദേവി തന്നെ ഞെട്ടിപ്പോയി. അന്ന് കുടുംബത്തിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി വന്ന ആൾ ഇന്ന് കോടീശ്വരനായിരുന്നു. ഒരു വൃദ്ധനായ ആളിനെ എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ നിലയിലെത്താൻ കഴിഞ്ഞു എന്ന വസ്തുത അവൾ അതിശയിപ്പിച്ചു. അവൾ വേറൊന്നും ചിന്തിക്കാൻ നിന്നില്ല. നേരെ അയാളെ കാണാൻ പോയി. അയാൾ കാര്യസ്ഥലിൽ നിന്ന് മുതലാളിയിലോട്ട് പരിണമിച്ചിരുന്നു. ദേവി അവൾ ഒരു ബിസിനസ് വുമൺ എന്ന രീതിയിൽ പരിചയപ്പെടുത്തി. ഒരു ബിസിനസ് പരശുരാമനുമായി തുടങ്ങാമെന്ന പദ്ധതിയിൽ പണത്തിനോട് അത്രമേൽ ആർത്തിയുള്ള അയാൾ വീണു. ദേവി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. പരശുരാമൻ വന്നു. ഹലോ മിസ്റ്റർ പരശുരാമൻ, ഗ്ലാഡ് ടു മീറ്റ് യു.
ഐ ഹേഡ് ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് യു. താങ്ക് യു ഫോർ ഗിവിംഗ് എ ചാൻസ് ടു വർക്ക് വിത്ത് യു. അവൾ പറഞ്ഞു. പരശുരാമൻ ഗമയിലിരുന്നു. ദേവി പറഞ്ഞു തുടങ്ങി. ഞാൻ കുറച്ച് വർഷങ്ങൾ മുന്നേ നടന്ന കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാം. അത് സത്യമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവൾ പറഞ്ഞു. പരശുരാമൻ സംശയരൂപേണ അവൾ നോക്കിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2 കുടുംബം പരസ്പരം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. അവിടെ നീ കേവലം പണത്തിന് വേണ്ടി എന്ത് തിരിമറി നടത്തി അതെനിക്കറിയണം. അവൾ അയാളെ നോക്കി. അയാൾ പരിഭ്രമപ്പെടുന്നതായി അവൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. അവൾ താക്കീതെന്ന് പറഞ്ഞു. അവിടെ ഒരു കെമിക്കൽ ഫാക്ടറി വരുന്നതിന് ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കുടുംബത്തിനെ തമ്മിലെടുപ്പിക്കേണ്ടത് തൻ്റെ ആവശ്യമായിരുന്നു. അതിനാലാ താൻ ആ പഴിയെല്ലാം കൊണ്ട് മാളികൽ തറവാട്ടിലെ കാരണവരായ ഗുപ്തൻ്റെ തലയിൽ കൊണ്ടിട്ടത്. അതോടെ ആ കുടുംബങ്ങൾ തമ്മിൽ തർക്കാവുകയും അവിടെ ആ കെമിക്കൽ ഫാക്ടറി വരികയും ചെയ്തു. ഇതിൽ തനിക്ക് നല്ലൊരു പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. ദേവി പറഞ്ഞു നിർത്തി. അയാൾ ഒരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ചു. ദേവി പറഞ്ഞു നിർത്തി. താൻ ഇതുവരെ കാത്തുവെച്ച രഹസ്യം മുകളിൽ വന്നിരിക്കുന്നെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു. അത് ഞാൻ തന്നെ അത് ചെയ്ത്. എത്ര എന്നും പറഞ്ഞാൽ ഈ 2 കുടുംബത്തിന് വേണ്ടി നക്കാബീജ കാശിന് വേണ്ടി ജോലി ചെയ്യുന്നു. എനിക്ക് ജീവിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ ആ ജപ്പാൻ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത്. ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് ആ പണം കൊണ്ട് തന്നെയാ. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നീ അബദ്ധം കാണിച്ചു കൂട്ടി. നീ ഒരിക്കലും എന്നെ പോലൊരാളുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ ഒറ്റയ്ക്ക് വരരുതായിരുന്നു. അയാൾ മലർക്കെ ചിരിച്ചു. ദേവിയിൽ ഒരു തരി പോലും ഭയമില്ലെന്ന് കണ്ട അയാൾ ഞെട്ടി. അവൾ സാവകാശം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞില്ലല്ലേ? ഭൈരവനാണ്, സാക്ഷാൽ കാലഭൈരവൻ. അവൾ അത് പറഞ്ഞതും ആ ഗോഡൌണിനകത്തേക്ക് ഒരു ബ്ലാക്ക് SUV വന്ന് നിന്നു. അതിൽ നിന്നും ഭൈരവൻ ഇറങ്ങി വന്നു. കൂടെ മായാവതിയും. പരശുരാമൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവർ കേൾക്കുന്നുണ്ടായിരുന്നു. ഭൈരവൻ അയാളെ കൊല്ലാനായിട്ട് മുതിർന്നു. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡബിൾ ബാരൽ ഷോട്ട് ഗൺ എടുത്ത് അയാൾക്ക് നേരെ ഉന്നം വെച്ചു. അയാൾ ഓടി വന്നവൻ്റെ കാൽ വീണും പറഞ്ഞു. എൻ്റെ പൊന്നു കുഞ്ഞെ, എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അന്ന് കുറച്ചധികം കാശ് മുന്നിൽ വന്നപ്പോൾ അറിയാതെ ചെയ്തു പോയതാ, പൊറുക്കണം. അയാൾ ഭയന്നുകൊണ്ട് പറഞ്ഞു. ഭൈരവൻ അയാളെ ചവിട്ടി താഴിട്ടുകൊണ്ട് പറഞ്ഞു. താൻ ഇനി ഒരു അക്ഷരം പറയത് മാപ്പ് എൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്, എൻ്റെ അമ്മയുടെ അടുത്താ. അവൻ പറഞ്ഞു. അയാൾ ഓടി വന്ന് മായാവതിയുടെ കാല് പിടിച്ച് കരഞ്ഞു. മായാവതി അയാളെ പിടിച്ചെണീപ്പിച്ചുകൊണ്ട് അയാളെ കരണം തടിച്ചു. നീ കാരണം ഇല്ലാതായത് എൻ്റെ ഭർത്താവാ. നല്ലതുപോലെ കഴിഞ്ഞ 2 കുടുംബങ്ങളാ. നിനക്ക് മാപ്പില്ല. അവരതും പറഞ്ഞ് മകന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി ഒറ്റ പൊട്ടിയിലായിരുന്നു. അയാൾ അവിടെ മലർന്നു വീണു. മായാവതി മകനോട് പറഞ്ഞു. മോനെ, എൻ്റെ ഈ ജന്മത്തിലെ കട ഞാൻ വീട്ടിൽ കഴിഞ്ഞു. അതിനെന്നെ സഹായിച്ച എൻ്റെ മരുമകളാ. അവളെ ഞാൻ ദ്രോഹിച്ചിട്ടും അവൾ നമ്മളെ സഹായിക്കുകയാണ് ചെയ്ത്. അതും പറഞ്ഞ് അവർ പോലീസ് വാഹനത്തിൽ കയറി. ഭൈരവൻ പറഞ്ഞു. അമ്മയെ ഞാൻ ഉടൻ തന്നെ പുറത്തുകൊണ്ടുവരും. മായാവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട മോനെ, 20 കൊല്ലം തെറ്റിദ്ധാരണ പുറത്ത് ഞാൻ ജീവിച്ചില്ലേ. ഇനി എനിക്ക് സമാധാനത്തോടെ എൻ്റെ ശിക്ഷ അനുഭവിക്കണം. പോലീസ് വാഹനം അകന്നു പോയി. ഭൈരവനാകെ തകർന്നു പോയി. ദേവി അവനെ സമാധാനിപ്പിച്ചു. ഭൈരവൻ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. ഇനി നിനക്ക് വേണമെങ്കിൽ എന്നെ വിട്ടു പോവാം. അവനവിടെ മുഖത്തോകാതെ പറഞ്ഞു. ഓ, അത്രയേ ഉള്ളൂ അല്ലേ? എന്നാ പോയേക്കാം. ഞാനൊന്ന് പ്രേമിനെ വിളിച്ചു നോക്കാം. അവൻ ഇപ്പോഴും എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയണം. അവളൊരു കള്ളച്ചിരിയോട് അവനെ വിളിക്കാൻ ഫോൺ എടുത്തു. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അവൻ പറഞ്ഞു. പോയി വണ്ടി കയറി. അവളുടെ ഒരു പ്രേമം. അവൻ മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ ഭൈരവ, ഞാനൊന്ന് എറിഞ്ഞു നോക്കിയല്ലേ. മോൻ ആർക്കും കാണിക്കാത്ത ചങ്ങല കിട്ടി വെച്ചിരുന്ന ഈ ഹൃദയല്ലേ. അന്ന് ബോധരഹിതരായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എൻ്റെ മോൻ വണ്ടി എടുക്ക്, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഭൈരൻ അവളെ പൊക്കിയെടുത്തുകൊണ്ട് വണ്ടിയിൽ കയറ്റി. അവരുടെ ജീവിതയാത്രക്ക് അങ്ങനെ ഒരു പുതിയ തുടക്കം ആരംഭിച്ചു.